നമ്മുടെ ഗൊറില്ല 450 എന്ന് പറഞ്ഞ വാഹനം നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. വാഹനം നമ്മുടെ ഹിമാലയൻ്റെ സെയിം പ്ലാറ്റ്ഫോമിൽ വരുന്നൊരു വാഹനമാണ്. പക്ഷേ വാഹനം ഒരിക്കലും കണ്ടു കഴിഞ്ഞാൽ ഹിമാലയൻ്റെ ഒരു തരത്തിലുള്ള ലുക്കോ കാര്യങ്ങളോ ഇല്ല. കാരണം ഇത് എൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. റോഡ്സ്റ്റർ കാറ്റഗറിയിലാണ് റോയൽ എൻഫീൽഡ് ഈ ഒരു വാഹനത്തിന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ടയർ സൈസാണ് ഏകദേശം 120/70 ആണ് ഇതിൻ്റെ ഫ്രണ്ട് സൈസ് വരുന്നത്. ഇത്രയും ഫ്രണ്ട് സൈസിലുള്ള ടയറുള്ള വേറൊരു വണ്ടി ഞാൻ ഈ ഒരു സെഗ്മെൻറ്റിൽ കണ്ടിട്ടില്ല. കുറച്ചുകൂടി പ്രീമിയം വണ്ടികളിൽ മാത്രമാണ് ഈ ഒരു ടയറിന് ഇത്രയും സൈസ് ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് നമ്മുടെ ഹിമാലയനുമായിട്ട് സെയിം ആണ്. ഇൻഡിക്കേറ്റേഴ്സ് ഹിമാലയന് വന്നിരിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളതിൻ്റെ ആ ഒരു TFT ഡിസ്പ്ലേ ആണ്. TFT ഡിസ്പ്ലേ നമ്മുടെ ഹിമാലയനിൽ കണ്ടിരിക്കുന്ന ആ സെയിം ട്രിപ്പർ TFT ഡിസ്പ്ലേ തന്നെയാണ് വന്നിരിക്കുന്നത്. അതിലുള്ള എല്ലാ സെറ്റിങ്സുകളും കാര്യങ്ങളും തന്നെയാണ് ഇതിൽ വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു ഹാൻഡിൻ്റെ ആ ഒരു റൈഡിങ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു അഗ്രസീവായിട്ടുള്ളൊരു റൈഡിങ് പൊസിഷനാണ് കമ്പയർഡ് ടു ഹിമാലയയിൽ നമുക്കിതിൽ വരുന്നത്. പക്ഷേ എന്നാൽ കുറച്ച് അപ്രൈറ്റ് ആണെന്നും പറയാം. നമ്മൾ സാധാരണ സ്പോർട്ടി വാഹനങ്ങൾ കാണുന്ന പോലത്തെ അത്രയും അഗ്രസീവായിട്ടുള്ള പൊസിഷൻ അല്ലെങ്കിലും കുറച്ച് അപ്രൈറ്റ് ആയിട്ടുള്ള, എന്നാൽ ഹിമാലയനേക്കാൾ കൂടുതലായിട്ടുള്ളൊരു അഗ്രസീവ് റൈഡിങ് പൊസിഷനാണ് വരുന്നത്. ടാങ്കൊക്കെ നല്ല അടിപൊളി ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. നല്ല ഫ്ലൂയിഡിക് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആ ടാങ്കിൻ്റെ ആ ഒരു ചെറിയൊരു ബ്ലാങ്ക്നെസ് ഫില്ല് ചെയ്യാനായിട്ട് ഒരു പാഡിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് വളരെ പ്രൊഫഷണൽ ആയിട്ടുണ്ട്. നമുക്ക് ഫ്യൂവൽ ഫില്ല് ചെയ്യുന്നത് ഈ ഒരു സെൻറ്ററിൽ നിന്ന് മാറിയിട്ട് ഈ ഒരു സൈഡിലേക്കാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ കൂടെ കാണാവുന്നതാണ്. എഞ്ചിൻ നമ്മുടെ സെയിം ഹിമാലയൻ്റെ സെയിം എഞ്ചിനാണ് വരുന്നത്. ഈ ഒരു സൈഡിലെ ഈ ഒരു ഗൊറില്ല 450 ആ ഒരു ബാഡ്ജിങ് ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. നമ്മുടെ സൈലൻസർ ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആണ്, ലൈക്ക് ഹിമാലയൻ്റെ വന്നിരിക്കുന്നത് അതേപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി പറയാനുള്ളത് ഈ റിയർ ടയറിൻ്റെ സൈസിന് വേണ്ടിയിട്ടാണ്. റിയർ ടയറിൻ്റെ സൈസ് ഏകദേശം 160/60 ടയറാണ് വരുന്നത്. വളരെ വെടുത്ത് കൂടിയിട്ടുള്ള ഒരു ടയറാണ് വരുന്നത്. ഈ ഒരു ടയറിൻ്റെ സൈസും ഈ ഒരു വാഹനത്തിന് നല്ല അടിപൊളി ലുക്കാണ് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടുള്ള റിയർ ലാംപ്സ് ആണ് വരുന്നത്. ഇവിടെ നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ ഉള്ളിലാണ് ഈ റിയർ ലാംപ്സ് വരുന്നത്. നമ്മൾ ഓൾറെഡി ഹിമാലയനിൽ കണ്ടിരിക്കുന്ന ആ ഒരു മോഡലിനാണ് വന്നിരിക്കുന്നത്. റിയർ സൈഡ് ഓൾമോസ്റ്റ് നമ്മുടെ ഹിമാലയോട് ചെറിയ സിമിലാരിറ്റീസ് ഒക്കെ ഉണ്ട്. റിയർ സൈഡിലെ ടയർ സൈസ് 17 വരുന്നത്. 160/60 ആണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. ബാക്കിയെല്ലാം ഈ ഒരു സൈഡ് നോക്കുമ്പോൾ ഹിമാലയനായിട്ടാണ് വരുന്നത്. ഷാസിങ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. സ്വിംഗ് ആമിൽ ചെറുതായിട്ട് നമ്മുടെ ഹിമാലയനുമായിട്ട് ചെറിയ വ്യത്യാസം ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഇരിക്കുന്ന ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കളറാണ്. ഓവറോൾ ഒരു ലുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ വാഹനം കിഡിലെ ലുക്കാണ്. ഒരു സ്ക്രാമ്പിളർ ബൈക്കിരിക്കുന്ന ഒരു ലുക്കിലാണ് വാഹനം മൊത്തത്തിലിരിക്കുന്നത്. വാഹനത്തിൻ്റെ റൈഡിങ് പോസ്റ്റർ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ എക്സോസ്റ്റ് നോട്ട് വാഹനത്തിൻ്റെ എങ്ങനെയാണ് നമുക്കിപ്പോൾ നോക്കാം. ലുക്ക് അടിപൊളിയായിട്ടുണ്ട്. ഏകദേശം 6 കളറോളം ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. ഇതിൽ ഗോൾഡ് ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു കളറാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. എന്തായാലും ഈ ഒരു സംഭവം അത്യാവശ്യം നല്ല അജൈലായിട്ട് കുറച്ചുകൂടി സ്പോർട്ടി ആയിട്ട്, എന്നാൽ ഹിമാലയൻ്റെ ആ ഒരു എഞ്ചിൻ ഉപയോഗിച്ച് ഓടുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ജനപ്രീതി ഈ ഒരു വാഹനം നേടാൻ ചാൻസ് ഉണ്ട്. വാഹനത്തെ ഒഫീഷ്യലി ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്കത് ഓടിക്കാൻ പറ്റില്ല. പിന്നീട് നമ്മൾ ഓടിച്ചതിൻ്റെ ഒരു ഫുൾ റിവ്യൂ നമ്മുടെ ഈ ഒരു ചാനലിൽ വരുന്നതായിരിക്കും. നമ്മളിപ്പോൾ ജസ്റ്റ് ആ റൈഡിങ് പോസ്റ്റർ നോക്കുകയാണ്. വണ്ടിയുടെ റൈഡിങ് പോസ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ ഹിമാലയനുമായിട്ട് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. കുറച്ചുകൂടി അഗ്രസീവ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. എന്നാൽ കമ്പാരിറ്റീവ്ലി മറ്റ് ബൈക്കുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒരു അപ്രൈറ്റ് പൊസിഷനാണ് ഇരിക്കുന്നത്. നല്ല കോൺഫിഡൻസ് വരുന്നുണ്ട്. ടയേഴ്സിന് നല്ല വിടുത്തുള്ളതുകൊണ്ട് തന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലും കോർണറിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ നല്ല അടിപൊളിയായിരിക്കും തോന്നുന്നു. എന്തായാലും ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വണ്ടിയിൽ ഇരിക്കുമ്പോൾ തോന്നിയത്.